അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതൃവ്യനായ അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായി കൗമാരത്തിലേക്ക് കടന്നതു മുതൽ തന്നെ ഗൗരവതരമായ ജീവിത ചുറ്റുപാടുകളെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മാതാവും പിതാവും സംരക്ഷണത്തിനില്ലാതിരുന്നിട്ടും ലക്ഷ്യബോധമില്ലാത്ത അല്ലെങ്കിൽ അലസമായൊരു ജീവിതം അവിടുത്തെ ജീവിതത്തിൽ കണ്ടില്ല. ചെറുപ്പം മുതൽ തന്നെ വലിയ അധ്വാനത്തിൻ്റെയും പരിശ്രമങ്ങളുടെയും ശൈലിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. നാട്ടുകാർക്കിടയിൽ പരിചിതവും തൻ്റെ പ്രകൃതിക്കിണങ്ങിയതുമായ ഏത് ജോലിയും ചെയ്യാൻ ഒരു മടിയുമുണ്ടായിരുന്നില്ല. അക്കാലത്ത് അറബ് യുവാക്കൾക്കിടയിൽ ശീലമായിരുന്ന ആട്ടിടയ ജോലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ യൗവനത്തിൽ നടത്തിയിരുന്നതായി ചരിത്രങ്ങൾ പറയുന്നു. ആടുകളെ പോറ്റി വളർത്തുന്ന ശീലം ചെറിയ പ്രായത്തിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഹലീമ ബീവിയുടെ വീട്ടിൽ നിന്ന് അവരുടെ മകനായ ലംറയുടെ കൂടെ 4 വയസ്സിന് മുമ്പ് ആടിനെ മേക്കാൻ പോയ ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നീട് വളർന്നു വലുതായി കൗമാരത്തിലെത്തിയപ്പോൾ അവിടുന്ന് വീണ്ടും ആടിനെ മേക്കുവാൻ തുടങ്ങി. കുടുംബക്കാരുടെ ആടുകളെ ശമ്പളം പറ്റാതെയും മറ്റുള്ളവരുടെ ആട്ടിൻപറ്റങ്ങളെ പ്രതിഫലത്തിനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നു. നബി തങ്ങൾ തന്നെ പിന്നീട് അനുചരരായ സ്വഹാബത്തിനോട് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ആടുകളെ മേച്ചിട്ടുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, നിങ്ങൾ ആടുകളെ മേച്ചിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞു, ഞാൻ മക്കാ നിവാസികൾക്ക് ഏതാനും നാണയത്തുട്ടുകൾ പ്രതിഫലത്തിന് ആടിനെ മേച്ചിട്ടുണ്ട്. മറ്റൊരു നിവേദനത്തിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് അറാക്ക് ചെടിയുടെ പഴുത്ത പഴങ്ങൾ പറിച്ചെടുക്കുകയായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ഉണർത്തി, നിറമുള്ളത് നോക്കി പറിച്ചെടുക്കുക, അവയിൽ വെച്ച് ഏറ്റവും നല്ലത് അതായിരിക്കും. ഞാൻ മുമ്പ് ആടുകളെ മേച്ചിരുന്ന കാലത്ത് അവ പറിച്ചെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങ് ആടുകളെ മേച്ചിരുന്നോ? അവിടുന്ന് പറഞ്ഞു, അതെ, ഒരു പ്രവാചകനും ആടുകളെ മേക്കാതിരുന്നിട്ടില്ല. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ യൗവനകാലത്ത്, അവിടുത്തെ കൗമാരക്കാലത്ത് ആടിനെ മേയ്ക്കുന്ന ജോലി എടുത്തിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിൽ അവിടുത്തെ നുബുവത്തിന് മുമ്പ് ആടിനെ മേയ്ക്കാൻ നിയോഗിക്കപ്പെട്ടത്? അതിൻ്റെ ഒരുപാട് പൊരുളുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് പ്രവാചകർക്കുള്ള ഒരു പ്രായോഗിക പരിശീലനമായിരുന്നു. കാരണം ആടുകളെ നോക്കി വളർത്താൻ വിദഗ്ധമായ സഹനം അനിവാര്യമാണ്. ചെറിയൊരു സന്ദർഭം കിട്ടിയാൽ കൂട്ടം പിരിഞ്ഞ് ഒറ്റപ്പെട്ടു പോകുന്ന സ്വഭാവം ആടുകളുടെ ശീലമാണ്. അതുപോലെ തന്നെ വളരെ ദുർബലമായ ജീവികളാണവ. സ്നേഹവാത്സല്യങ്ങളോടെ പരിചരിക്കൽ അനിവാര്യമാണ്. മേച്ചിൽപ്പുറങ്ങൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കണം. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മോഷണക്കാരുടെ ശല്യത്തിൽ നിന്നും ആട്ടിൻകൂട്ടങ്ങളെ സദാ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കണം. വിവിധ സ്വഭാവക്കാരും പ്രകൃതിക്കാരുമായ ആട്ടിൻപറ്റങ്ങളെ ഓരോന്നിനെയും അവയ്ക്കനുസരിച്ച് മൃദുലമായ പെരുമാറ്റ രീതിയിലൂടെ തന്നെ തീറ്റിപ്പോറ്റി നോക്കി വളർത്തുക എന്നത് വളരെ സാഹസികമാണ്. ആടുകളെ പോറ്റി വളർത്തിയാൽ ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ സിദ്ധിക്കുകയും അത്തരം കഴിവുകൾ കൊണ്ട് മനുഷ്യ സമൂഹത്തെ ഭരിക്കുവാനും സംസ്കരിക്കുവാനും എളുപ്പത്തിൽ സാധ്യമാവുകയും ചെയ്യും എന്നതുകൊണ്ടാണ് പ്രബോധന ശിക്ഷണ രംഗത്തേക്കുള്ള ഒരു പരിശീലന മുറയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആട്ടിടയ വൃത്തി ഏൽപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല, മാതാവും പിതാവും ജീവിച്ചിരിപ്പില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതൃവ്യൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുമ്പോൾ ആർക്കും ബാധ്യതയാകാതെ തൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വരുമാനം കണ്ടെത്താൻ അവിടുന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ പരിശ്രമം നടത്തിയിരുന്നു എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രിയങ്കരരായ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ജോലിയും പ്രയാസങ്ങളുമില്ലാതെ തന്നെ വേണ്ടതൊക്കെ നൽകാൻ അള്ളാഹുവിന് സാധിക്കും. എങ്കിലും ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം അവൻ അധ്വാനിച്ചു നേടുന്ന പണം കൊണ്ടായിരിക്കലാണ് ഉത്തമം
എന്ന വലിയ സന്ദേശം ഇതുവഴി അള്ളാഹു പഠിപ്പിക്കുകയായിരുന്നു സമൂഹത്തിന്. അതോടൊപ്പം ജോലികളിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിക്കൂടാ, ഏത് ജോലിയും ഏത് തൊഴിലും വലിയ ഉത്കൃഷ്ടതയുള്ളതാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുക കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ ചെയ്തിരുന്നത്. സമൂഹം അത്യുന്നത തൊഴിലായി അന്ന് കണക്കാക്കിയിരുന്ന വ്യാപാര ജോലിയും അതുപോലെ തന്നെ ആരും പരിഗണിക്കാത്ത ആട്ടിടയ വൃത്തിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൗമാര യൗവന പ്രായങ്ങളിൽ നടത്തിയിരുന്നു. ശുദ്ധമായ അന്തരീക്ഷത്തിൽ, നല്ല ഭൂപ്രകൃതിയിൽ, ഏകാന്തവും വിജനവുമായ സ്വസ്ഥവുമായ താഴ്വരകളിലും മലമ്പ്രദേശങ്ങളിലും എല്ലായിടങ്ങളിലും ദുർബലരായ ആട്ടിൻപറ്റങ്ങളെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകൃതിക്കിണങ്ങുന്ന തൊഴിൽ കൂടിയായിരുന്നു. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവിടുത്തേക്ക് അനുയോജ്യമായ ഓരോ അവസ്ഥകൾ സംവിധാനിച്ചു കൊടുക്കുന്ന അല്ലാഹു തആല തൊഴിലിൻ്റെ വിഷയത്തിലും ആ രൂപത്തിൽ തന്നെ അവിടുത്തേക്ക് ഇണങ്ങുന്ന ശൈലി തന്നെ അല്ലാഹു നൽകി. ഭാവിയിൽ സമുദായത്തിൻ്റെ സമുദ്ധാരകനാകേണ്ട തിരുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ യൗവനത്തിൽ ആടുകളെ മേക്കുന്ന ആട്ടിടയനായി വളരെ ലാളിത്യത്തോടുകൂടെ ജീവിച്ചു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.